രണ്ടാമത്തെ സെക്ഷനാണ് നമുക്ക് അറിയേണ്ടത് ക്രിപ്റ്റോ കറൻസി. അപ്പോൾ അന്ന് തുടങ്ങുമ്പോൾ അതിന് 88 രൂപയാണ്. ഓപ്പൺ ആകുമ്പോൾ 2022 ജൂലൈ 20 ഓപ്പൺ 88 രൂപ. അന്ന് ഡോളറിന്റെ റേറ്റ് അതാണ്. അന്ന് 88 രൂപ. അന്ന് തന്നെ അത് 1.5 ഇരട്ടി വില വർദ്ധിച്ചു. നമുക്കറിയാൻ പറ്റിയത് അന്ന് ഒരു വർഷം കൊണ്ട് ഇത് 600 രൂപ വില വരുമെന്നാണ് പ്രഡിക്ഷൻ ഉണ്ടായിരുന്നത്. പക്ഷേ വെറും 8 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ 1360 എന്ന് പറയുമ്പോൾ $13.74 ഇത് കുതിക്കുകയുണ്ടായത്. അപ്പൊ ആദ്യം വാങ്ങി സൂക്ഷിച്ച ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ അപ്പൊ തന്നെ ലക്ഷങ്ങൾ ഏൺ ചെയ്യാൻ സാധിച്ചൊരു പ്രോജക്റ്റാണ്. പിന്നീട് ഇപ്പൊ ഇതിന്റെ വില താഴത്തേക്ക് അവർ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിയുമ്പോൾ ഇതിലുള്ള ഒരാള് പോലും വിട്ടുപോകാതെ മാക്സിമം ആൾക്കാരിലേക്ക് ഇത് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമവും, അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് 100 PVC മറ്റേ മിനിമം ബാലൻസ് വേണമെന്ന് അവർ പറയുന്നതിന്റെ പുറകിൽ ഈ പ്രോഗ്രാമിൽ വന്ന ഒരു വ്യക്തി ലക്ഷാധിപതിയോ കോടിപതിയോ ആയി മാത്രമേ ഇതിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. 2009 വന്ന 2 രൂപ 80 പൈസ ഉണ്ടായിരുന്ന ബിറ്റ്കോയിന്റെ വില ഈ കഴിഞ്ഞ നാളുകളിൽ 1 കോടി ടച്ച് ചെയ്ത് ഇപ്പൊ തിരിച്ച് ഇറങ്ങി നിൽക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഏതെങ്കിലും ഒരു സംഭവത്തിനോ അല്ലെങ്കിൽ സ്വർണത്തിനോ അതുപോലെ തന്നെ ലാൻഡിനോ ഇതുപോലെ വില കൂടുന്നു. നമുക്കറിയാം ഷെയർ മാർക്കറ്റ് ആയിരുന്നു ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കാൻ പറ്റിയ മാർഗമെങ്കിൽ നിങ്ങൾ തിരിച്ചറിയുക ക്രിപ്റ്റോ കറൻസിയാണ്. നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മളൊന്നുമല്ല, നേരം വെളുത്ത് കഴിയുമ്പോൾ കോടീശ്വരനാകുന്ന ഇത്ര നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാമാണ് ക്രിപ്റ്റോ കറൻസി. അപ്പൊ ഇത് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഇന്ന് ധാരാളം ഇതുപോലെ ഈ ജനുവിനായ പ്രസ്ഥാനത്തിന്റെ പേരിൽ സ്കീമുകളായി വന്ന് നമ്മുടെ കേരളത്തിലെയും ഇന്ത്യയിലെയും അല്ലെങ്കിൽ ലോകത്തെയും പണം തട്ടിച്ചു കൊണ്ടുപോകുന്ന ധാരാളം പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട് ഈ പേര് പറഞ്ഞുകൊണ്ട്. അവിടെ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നാം കഷ്ടപ്പെടുത്തുണ്ടാക്കിയ പണം എന്താണെന്ന് അന്വേഷിക്കാതെ അവരുടെ കൈകളിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവർ പറയും ഞങ്ങൾ ട്രേഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പൈസ തരാം, അത് തരാം, ഇത് തരാം എന്ന് പറഞ്ഞിട്ട് പ്രലോഭിച്ചിട്ട് അത് കണ്ടുകൊണ്ട് അത് കിട്ടുമെന്ന് കരുതി അല്ലെ ആദ്യം എല്ലാം കൊടുക്കും. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിയുമ്പോൾ അവർക്ക് ആവശ്യമായ പണം ആയി കഴിയുമ്പോൾ അവരതുമായി മുങ്ങും. അപ്പൊ ഇത് പലപ്പോഴും ഇപ്പൊ നമ്മുടെ മെറ്റ ആർമിന്നാണെങ്കിൽ PVC മെറ്റയാണെങ്കിൽ അവർ പറയും മെറ്റ PVC എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് വരും. അപ്പോൾ പേരിൽ ഒരു ചേഞ്ച് വരുത്തിക്കൊണ്ട് ജനുവിനായ കമ്പനിയായിട്ട് യാതൊരുവിധ പുലബന്ധം പോലും ഇല്ലാതെ ഇന്നും ഈ കഴിഞ്ഞിടയിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ധാരാളം ആൾക്കാരുടെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പണം തട്ടിച്ചുകൊണ്ട് പോകുന്നു. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്ന ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ശരിയായ ബോധവൽക്കരണം കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിത് അന്വേഷിക്കണം, ഈ പണം എന്താണ് ചെയ്യുന്നത്, ഏതാണ് ഈ പ്രസ്ഥാനം, അവരുടെ എന്താണ് അവരുടെ ബാക്ക് ഹിസ്റ്ററി, അല്ലെ എങ്ങനെയാണ് അവർ പണം കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരാളുടെ കയ്യിലും പണം ഏൽപ്പിക്കുന്നില്ല. ഇവിടെ എന്താണ്, നമ്മുടെ ഫോണിൽ ഒരു ബാങ്കിങ് ലോക്കറും കൂടെ. അപ്പോൾ തികച്ചും വ്യത്യസ്തമായി ഇന്ന് നിലവിലുള്ള ബാങ്കിങ് സിസ്റ്റത്തിനകത്തുള്ള ഏറ്റവും വലിയ പോരായ്മ അതിനറിയപ്പെടുന്നത് സെൻട്രലൈസ്ഡ് സിസ്റ്റം എന്ന് അറിയപ്പെടുന്നത്. എന്ന് പറയുമ്പോൾ ഒരു സെൻട്രലൈസ്ഡ് അതോറിറ്റി അവിടെ ഉണ്ടാവും. അപ്പൊ നിലവിൽ നമ്മൾ കാണുന്ന എല്ലാ പ്രസ്ഥാനങ്ങളും അങ്ങനെയുള്ള സിസ്റ്റമാണ്. ഇത് ഇപ്പൊ നമ്മൾ പറയുന്ന ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ഡീസെൻട്രലൈസ്ഡ് ആണ്. അപ്പൊ ഇവിടെ ഒരു ബാങ്ക് ലോക്കർ നമ്മുടെ ഫോണിൽ വരികയാണെങ്കിൽ അതിന്റെ അധികാരി നമ്മളോട് മാത്രമാണ്, ഒരാൾക്ക് പോലെ. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങളും ടേമും ഒക്കെ നമ്മൾ പഠിക്കാനുണ്ട്. അത് ഈ ക്ലാസ്സിൽ ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ, നിലവിലുള്ള ബാങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും അവിടെ ഇരിക്കുന്ന മുഴുവൻ ക്ലാർക്കന്മാർക്കും അതുപോലെ തന്നെ മാനേജർക്കും അതിന്റെ മുകളിലുള്ള ഒരു പറ്റം മാനേജർക്കുമാർക്കും കാണാൻ പറ്റും. അത് അവർക്ക് അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, സ്മാർട്ട് പ്രാക്ടീസ് നടത്താൻ പറ്റും. അതാണ് ആ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ ഫെയിലിയർ. ഹാക്ക് ചെയ്യാൻ പറ്റും. കോടിക്കണക്കിന് രൂപയാണ് ഒരു കപ്പൽ നമ്മളിവിടെ അൺലോഡ് ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കേണ്ടത്. അപ്പൊ ഇത് ഈ പറഞ്ഞ സിസ്റ്റത്തിലൂടെ കൊടുത്തിട്ട് അത് ഹാക്ക് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആ കപ്പൽ കമ്പനിക്കാരൻ എന്ത് ചെയ്യുന്ന ആലോചിച്ചു നോക്കി. 27,000 കോടി രൂപയൊക്കെയാണ് ഒരു കപ്പൽ ഇവിടെ കൊണ്ടുവന്ന് അൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ അവർക്ക് പേയ്മെന്റ് കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് ഈ മേഖലയെ കുറിച്ച് അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് ചിന്തിക്കുകയും അതിനുള്ള മാർഗം കണ്ടുപിടിച്ചതിലൂടെ വന്ന ഒരു സംഭവമാണ് ഇതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഫോണിലെ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ട്രസ്റ്റ് വാലറ്റ് എന്നൊരു വാലറ്റ് ഡൗൺലോഡ് ചെയ്യും. ഇപ്പൊ നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പേപ്പർ കറൻസിയാണ്. അതിന് നമ്മുടെ കയ്യിൽ ഒരു പേഴ്സൺ, അതിനെയാണ് നമ്മൾ വാലറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡിജിറ്റലായിട്ട് പണം അത് സൂക്ഷിക്കാനുള്ള വാലറ്റിന്റെ പേരാണ് ട്രസ്റ്റ് വാലറ്റ്. ഇപ്പൊ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് നമ്മളിത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ 12 വാക്കുകൾ 6 പാസ്വേഡ് നമ്മൾ കൊടുക്കുന്നു. അതിപ്പോൾ നമ്മൾ എഴുതി
വളരെ ഭദ്രമായി നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന പ്രമാണത്തെക്കാൾ, വസ്തുവിന്റെ ഇതിന്റെയൊക്കെ സൂക്ഷിക്കുന്നതിനേക്കാൾ വളരെ ഭദ്രമായി സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. വേറെ ആരെയും ഇത് കാണിച്ചു കൊടുക്കാൻ പാടില്ല. അപ്പോൾ കാണിച്ചു കൊടുക്കേണ്ടത്, ഇത് അനുഭവിക്കേണ്ടതായ നമ്മുടെ ഭാര്യയോ അല്ലെങ്കിൽ മക്കളോ ഉണ്ടെങ്കിൽ അവരെ മാത്രമേ കാണിച്ചു കൊടുക്കാൻ പാടുള്ളൂ. വീട്ടിലെ അലമാരിയിൽ വളരെ ഭദ്രമായി എഴുതി സൂക്ഷിക്കുക, കഴിയുമെങ്കിൽ ഒരു ലോക്കറിൽ. ഇനി ഇത് ഉപയോഗിക്കുന്ന ഫോണാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യണം, അതിൽ സിം ഇല്ലാത്ത ഒരു ഫോൺ എടുത്തിട്ട് അതിൽ ഈ വാലറ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. നമുക്ക് ഇതിന്റെ വൈഫൈയിൽ ഇത് വർക്ക് ചെയ്യാൻ പറ്റും, അല്ലാതെ സിം അതിനകത്ത് വേണമെന്നില്ല. അങ്ങനെയാണ് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ സെക്യൂരിറ്റി നല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നാളെ ഇത് ബിറ്റ്കോയിനെ പോലെ 1 കോടിയും കടക്കുന്ന കോയിനാണെന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. അതിന്റെ അത്രയും സമയം ഇത് എടുക്കില്ലെന്ന് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. കാര്യം കാലഘട്ടം മാറി വളരെയധികം കാര്യങ്ങൾ ചേഞ്ചായി നിൽക്കുന്നതുകൊണ്ട് വളരെ സ്പീഡായിട്ടായിരിക്കും ഇത് മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ ധരിക്കുക. അതുകൊണ്ടാണ് ഇത് വളരെ ഭദ്രമായി എഴുതി സൂക്ഷിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് എന്ന് പറയുന്ന വേറൊരാൾക്ക് പോലും കാണാൻ പറ്റിയില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇതിന്റെ അധികാരികളായിരിക്കുന്ന ഡാനിയൽ ജോൺസൺ ഒരു പാർട്ട്ണറാണ്, നമ്മളൊരു പാർട്ട്ണറാണ്. അതിന്റെ ടെക്നോളജി മാത്രമാണ് അവരെടുക്കുന്നത് ലിങ്ക്ഡ് ആയതുകൊണ്ട്. അല്ലാതെ നമ്മുടെ അക്കൗണ്ട് കാണാനോ നമ്മുടെ വാലറ്റ് എത്ര ഉണ്ടെന്ന് കാണാനോ ഒന്നും ഒരു കാരണവശാലും നടക്കില്ല. അതാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ പ്രത്യേകത. അപ്പൊ ഇത് വേറെ ആൾക്ക് ഇത് ഹാക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. ഇന്ന് വരെ നമ്മുടെ ഒരു DP പോലും ഹാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ വാക്കുകൾ ഇതും കിട്ടാതെ, അതുകൊണ്ട് ഇത് വളരെ ഭദ്രമായി സൂക്ഷിക്കണമെന്നുള്ള കാര്യം പ്രത്യേകം നമ്മൾ നമ്മൾ ആരാണ് ബന്ധപ്പെടുന്നവരെ അടുത്ത് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. ഇനി നമുക്കറിയേണ്ടത് ഈ പ്രോഗ്രാമിനകത്ത് 2 കാര്യങ്ങളാണുള്ളത്. ഒന്നാമത്തത് സീഡ് ഫണ്ടിങ് എന്ന് പറയും. ഞാൻ പറഞ്ഞ 6 ട്രില്യൺ കോടി പ്രോജക്റ്റുകളുടെ ഉടമയാകുന്ന ഒരു പ്രോസസ്സാണിത്. അതിന് നമ്മൾ ചെയ്യുന്നത് 1000 PVC മെറ്റ വാങ്ങി സ്റ്റേക്കിംഗ് ചെയ്തിട്ടാണ് നമ്മൾ സീഡ് ഫണ്ടിങ് ചെയ്യുന്നത്. അപ്പൊ അവിടെ സംഭവിക്കുന്നത്, ഇവിടെ ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, ഒരു ഇൻവെസ്റ്റ്മെന്റിന് മൾട്ടിപ്പിൾ വരുമാനം കിട്ടുന്ന നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സിസ്റ്റമാണ്. നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല, അത്ര ഭയങ്കരമാണ് ഇതിന്റെ വരുമാനങ്ങൾ. പലരോട് നമ്മൾ പറയുമ്പോൾ അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അവിശ്വസനീയമായി തോന്നുന്നതാണ് ഇതിന്റെ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ സീഡ് ഫണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ 6 പ്രോജക്റ്റുകളുടെ ഉടമയാകും. ഈ പാർട്ട്ണർഷിപ്പ് നമുക്ക് അധികം കാലം കിട്ടുമെന്ന് തോന്നില്ല. കാര്യം അതിൽ എഴുതി കാണിക്കുന്നുണ്ട് ഏത് സമയവും ഈ പാർട്ട്ണർഷിപ്പ് കൊടുക്കുന്നത് അവർ ക്ലോസ് ചെയ്യും. അപ്പോൾ എത്രയും വേഗം ഈ പ്രോഗ്രാം കേൾക്കുന്ന പുതിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം ഇതിനകത്ത് സീഡ് ഫണ്ട് ചെയ്ത് ഇതിന്റെ പാർട്ട്ണർഷിപ്പ് നേടിയെടുക്കുക. അപ്പൊ അതിനുവേണ്ടി നമുക്ക് വരുന്നത് 5000 രൂപയാണ്. അതിന്റെ ഗ്യാസ് ഫീസ് ഒക്കെ സൈഡ് വരുന്നത്. ഇനി ആ 1000 PVC നെറ്റ വാങ്ങി നമ്മൾ ഇതിനകത്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ നമുക്ക് അതിന്റെ 0.2 2 സ്ഥലത്തും നമുക്ക് 200% ആക്കി കിട്ടുന്നു. അതല്ലെങ്കിൽ ഇവിടെ ഇതായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ 0.20 വെച്ചിട്ട് 2 PVC മെറ്റ വീതം നമുക്ക് വരുമാനം വരും. അപ്പോൾ അങ്ങനെ 1000 ദിവസം കൊണ്ട് അത് 2000 PVC മെറ്റയായിട്ടാണ് മാറുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഇത് അന്ന് 2.25 വർഷം കഴിയുമ്പോൾ അന്ന് PVC മെറ്റയുടെ വില 2000 ആണെങ്കിൽ ഈ 2000 PVC മെറ്റ 40 ലക്ഷമായിട്ടാണ് മാറുന്നത്. ഇവിടെ ലക്ഷങ്ങളും കോടികളുടെ കണക്കാണ്. ഇത് കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഇത് ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നും, ചില ആൾക്കാർക്ക് അത് ദഹിക്കത്തില്ല. എനിക്ക് അങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത്. ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മൾ ടോക്കൺ ഫാമിംഗ് ആണ്. അത് നമ്മൾ മറ്റൊരു രീതി ആൾക്കാരൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഡെപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞാൽ മതി, ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ നമ്മൾ 100 USDT വാങ്ങി, അത് ഫിക്സഡ് കോയിൻ ആണ് അമേരിക്കയുടെ. അത് വാങ്ങിയിട്ടാണ് അതിന്റെ PVCയുടെ പേരായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ 100 USDT വാങ്ങിച്ച് നമ്മൾ ടോക്കൺ ഫാമിംഗ് ചെയ്താൽ 0.20 വെച്ച് നമുക്ക് വരുമാനം വരും പിറ്റേ ദിവസം മുതൽ. 1000 ദിവസം കൊണ്ട് നമ്മൾ ഇട്ട പണം 200% 2 സ്ഥലത്തും മാറുന്നത്. അപ്പൊ നമ്മള് ദിവസം നമുക്ക് എന്ത് വരും, 20 ഇന്നത്തെ ഇന്ത്യൻ മണിയായിട്ട് കൂട്ടിയ 0.20 എന്ന് പറഞ്ഞാൽ അതിന് 130. നമ്മുടെ റേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മള് USDT വാങ്ങുമ്പോൾ 130 രൂപയാണ് ഫാമിംഗ് USDTയുടെ വില. അപ്പൊ നമ്മള് മൊത്തം 18000 രൂപ ഞാൻ ഇത് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ 18000 രൂപ ഒരു ഷെഡ്യൂൾ ബാങ്കിൽ നാഷണലൈസ് ബാങ്കിൽ ഒരു അക്കൗണ്ട് ചേർന്നാൽ ഒരു 4 രൂപയാണ് ഡെയിലി നമുക്ക് കിട്ടുന്നത്. ഇവിടെ അത് 26 രൂപ കിട്ടും. അപ്പൊ പലിശയായിട്ട് കണക്ക് കൂട്ടിയാണെങ്കിൽ ഏതാണ്ട് 72% ആണ് ഇവിടുത്തെ. അവിടെ 8% മുകളിലാണ് കിട്ടുന്നത്. ഇനി ഒരു മാസം കൊണ്ട് അവിടെ ഒരു മാസം കിടക്കുകയാണെങ്കിൽ ബാങ്കിലാണെങ്കിൽ നമുക്ക് 120 രൂപയാണ് കിട്ടുന്നതെങ്കിൽ ഇവിടെ 26 × 30 780 രൂപ കിട്ടും. നമ്മുടെ ട്രഷറി കൊണ്ട് ഇട്ടാൽ നമുക്ക് കിട്ടുന്ന 7.5% 625 രൂപയെ കിട്ടുള്ളൂ. 1 ലക്ഷം രൂപ കൊണ്ടുപോയി നമ്മുടെ കേരള ട്രഷറി ഇട്ടാൽ
ഇനി ബാങ്കിൽ ഇട്ടാലും കിട്ടുന്ന 800 രൂപയ്ക്ക് താഴെ കിട്ടുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കൂ, 1 ലക്ഷം രൂപയിൽ അധികം വരുന്ന തുക ബാങ്കിൽ നിക്ഷേപിച്ചാൽ കിട്ടുന്ന തുകയാണ് ഇവിടെ 18,000 കൊണ്ട് ഒരു മിനിമം ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ പേൾ വൈൻ ഇന്റർനാഷണൽ അവർക്ക് കൊടുക്കുന്നത്. ഗ്യാരണ്ടി ആയിട്ട് അവന്റെ അക്കൗണ്ടിൽ വരും, എല്ലാ ദിവസവും വരും. ഇനി 1 ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ ഫാമിംഗ് ചെയ്യണമെങ്കിൽ, ടോക്കൺ ഫാമിംഗ് ചെയ്യാം, 200 രൂപ പെർ ഡേ വരും. അപ്പോ നമ്മൾ ഒരു വ്യക്തിയോട് ചോദിക്കുന്നത് ഒരു ദിവസം എത്ര രൂപ വരുമാനം വേണം ചോദിച്ചാൽ 1000 രൂപ വേണമെങ്കിൽ 5 ലക്ഷം രൂപയ്ക്ക് ഫാമിംഗ് ചെയ്താൽ മതി. അപ്പോ വളരെ വണ്ടർഫുൾ ആയ ഒരു അവസരമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇപ്പൊ നമുക്ക് ഇതിനകത്ത് തന്നിരിക്കുന്ന വലിയൊരു ഓഫർ ഉണ്ട്. അതെന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏർലി ബേർഡ് ഓഫർ എന്നൊരു ഓഫർ ഉണ്ട്. അത് നമ്മളെ പിന്നെയും ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിക്ക് പറഞ്ഞു കൊടുത്തത്, അദ്ദേഹത്തിന് 1.5 ലക്ഷം രൂപ വീതം 3 സൈറ്റുകൾ. ആദ്യത്തെ ഒരു സൈറ്റ് എടുക്കുന്നു, അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് 2 പേരെ റെഫർ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നത്, ഇവിടെ 2 അവസരങ്ങളാണ് നമുക്ക് PVC നെറ്റയുടെ പ്രോഗ്രാമിലുള്ളത്. ഒന്ന്, നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് കോടീശ്വരനാകാൻ പറ്റും. നമ്മൾ വാലറ്റ് ഓപ്പൺ ചെയ്ത് അതിൽ കറൻസി വാങ്ങി സൂക്ഷിച്ചാൽ മാത്രം മതി. എന്നിട്ട് ചെയ്യേണ്ട ചെറിയ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു തരും. അത് മാത്രം ചെയ്താൽ ഒരു വ്യക്തിയെയും നിങ്ങൾ ജോയിൻ ചെയ്യിപ്പിക്കണം. ഇവിടെ നിയമമില്ല, ഇവിടെ ടാർഗറ്റ് ഇല്ല, ടെറിട്ടറി ഇല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ തികച്ചും മറ്റുള്ള പ്രോഗ്രാം പോലെ അല്ലേ ഇത്. ഇതൊരു ഇൻഡസ്ട്രിയാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നമ്മളെല്ലാം വർക്ക് ചെയ്യുന്നു. അതാണ് മറ്റൊരു പ്രത്യേകത. എന്താ പ്രത്യേകത? നമുക്ക് ലോകത്തുള്ള ആൾക്കാരെ എടുത്താൽ അതിൽ 95% ആൾക്കാരും അമേരിക്കയിലെ സാമ്പത്തിക വിദഗ്ധനായ ഡോക്ടർ റോബർട്ട് കിയോസാക്കി പറയുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. എവിടെയാണ്? ESBI എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ലെഫ്റ്റ് ക്വാർട്ടറിലാണ് ലോകത്തിലെ 95% ആൾക്കാരും വർക്ക് ചെയ്യുന്നത്, എംപ്ലോയി ആൻഡ് സെൽഫ് എംപ്ലോയി. അതാണ് ES എന്ന് പറയുന്നത്. റൈറ്റ് സൈഡിലാണ് BI വരുന്നത്, ബിസിനസ് ഇൻവെസ്റ്റർ വരുന്നത്, റൈറ്റ് ക്വാർട്ടറിൽ. അപ്പോൾ ലോകത്തിലെ 95% ആൾക്കാരും ലെഫ്റ്റ് ക്വാർട്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ലോകത്തിന്റെ 5% സമ്പത്ത് മാത്രമേ അവർക്ക് ആർജിക്കാൻ പറ്റുകയുള്ളൂ. ഇവിടെ റൈറ്റ് ക്വാർട്ടറിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്താ പ്രത്യേകത? അവിടെ ബിസിനസ്സുകാരും ഇൻവെസ്റ്ററും. അപ്പോൾ അവര് മറ്റുള്ളവരുടെ സമയമാണ്, നമുക്കറിയാം ലുലുമാളുകാരന് കിട്ടുന്ന അത് മറ്റുള്ളവരുടെ സമയമാണ് കിട്ടുന്നത്. നമ്മൾ ഒരാൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ടൈമാണ് ഈ ബിസിനസ്സുകാർക്ക് കിട്ടുന്നത്. അവിടെ ഒരു സിസ്റ്റം ഉണ്ട്. നമ്മൾ വർക്ക് ചെയ്തില്ലെങ്കിൽ ആ സിസ്റ്റം അങ്ങ് വർക്ക് ചെയ്തോളൂ. അതാണ് അതിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പണമാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ വെറും 18,000 രൂപ മുടക്കി വരുന്ന നിങ്ങൾ ഇവിടെ ഇൻവെസ്റ്റർ റോളിലാണെന്നുള്ള കാര്യം മറന്നു പോകുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും മഹനീയമായ സംഭവം. നമ്മളിവിടെ ഒന്നും ചെയ്യണം. നമ്മൾ എംപ്ലോയി ആയാലും സെൽഫ് എംപ്ലോയി ആയാലും നമ്മളവിടെ പണിയെടുക്കുന്നു, എന്നിട്ട് നമ്മുടെ സമയം അവിടെ വെക്കുന്നു. അവിടെ നമ്മൾ 80% നമ്മൾ എഫേർട്ട് എടുത്തിട്ട് നമുക്ക് 20% റെന്യൂമറേഷൻ കിട്ടുന്നു. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആരെ എഫേർട്ട് എടുക്കുന്നത്? ഇവിടെ എഫേർട്ട് എടുക്കുന്നത് 80% ഈ സിസ്റ്റമാണ്. ഇതൊരു കമ്പനിയല്ല, ഈ സിസ്റ്റമാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഈ 6 ട്രില്യൺ കോടി പ്രോജക്റ്റുകളും റൺ ചെയ്യുന്നു. എല്ലാ ബിസിനസ്, ഞാൻ പറഞ്ഞു, എല്ലാ ബിസിനസിന്റെയും ടോപ്പിൽ ഇതുണ്ട്. നമ്മളിവിടെ എന്ത് ചെയ്താൽ മതി? അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിനകത്ത് കറൻസി ഇട്ടിട്ട് അത് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി നമ്മുടെ ബിസിനസ്സായി കരുതി അത് ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കി ചെയ്താൽ മാത്രം മതി. അതിനുള്ള കാര്യങ്ങൾ നമ്മൾ മീറ്റിങ്ങിലൂടെ വളരെ കൃത്യമായി നിങ്ങളെ അറിയിക്കുകയും പറഞ്ഞു തരികയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയൊരു അവസരത്തിലേക്കാണ് നമുക്ക് പോകാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന 1.5 ലക്ഷം രൂപ മുടക്കി നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യത്തെ സൈറ്റ് ഓൺ ചെയ്യുന്നു. അത് കഴിഞ്ഞ് 2 സൈറ്റുകൾ നമുക്കായിട്ട് തന്നെ പണം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ 4 ലക്ഷം രൂപയെ അവിടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ 1,43,000 രൂപയ്ക്ക് നമ്മൾ 1,100 USDT മേടിച്ചിട്ട് 100ന്റെ റൗണ്ടിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി അതിന്റെ സീഡ് ഫണ്ടിങ്ങും കാര്യങ്ങളുമായിട്ട് പോകും. അപ്പോൾ 3 സൈറ്റിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ സൈറ്റിലെ വരുമാനം എന്നത് സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ 0.20 ആണെങ്കിൽ ഇവിടെ ആദ്യത്തെ സൈറ്റിൽ ചെയ്ത ശേഷം അതേ ദിവസം തന്നെ താഴത്തെ 2 സൈറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 70 അധികമായിട്ട് കിട്ടും. എന്ന് പറയുമ്പോൾ 0.20യുടെ കൂട്ടത്തിൽ 0.70 കൂടെ കിട്ടും. അപ്പോൾ വലിയൊരു എമൗണ്ട്, ഏതാണ്ട് 38,000 സംതിങ് രൂപയാണ് ഒരു ദിവസം ആദ്യത്തെ സൈറ്റ് ചെയ്യുന്നത്. കാര്യം 0.90 ആണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ 222 ദിവസം കൊണ്ട് അവിടെ ഇട്ട പണം ഇരട്ടിയായി മാറുമെന്ന് അവർ പറയുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ഒരു മാസം വരുന്ന പണം നമ്മൾ കോമ്പൗണ്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്നില്ല എങ്കിൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 6 ഇരട്ടിയായിട്ടാണ് മാറുന്നത്. നമുക്ക് എവിടെയെങ്കിലും ഇന്നത്തെ സംവിധാനത്തിനകത്ത് ഇത്രയും കൃത്യമായി അല്ലെങ്കിൽ ഇത്രയും ഗ്യാരണ്ടി ആയി കിട്ടുന്നൊരു സ്ഥലം എനിക്ക് അറിയില്ല.
അപ്പോൾ ആദ്യത്തെ സൈറ്റിലാണ് അത്. അപ്പോൾ 7 മാസം കൊണ്ട് 222 ദിവസം കൊണ്ട് അവിടെ 200% മാറും. അതാണ് നമ്മുടെ സിസ്റ്റം നമുക്ക് തന്നിരിക്കുന്ന എഗ്രിമെന്റ്. ഇനി താഴത്തുള്ളത് 1000 ദിവസങ്ങൾ. ആ താഴത്ത് നമുക്ക് തന്നെ തുടങ്ങാമില്ല എങ്കിൽ നമ്മൾ 2 പേരെ റഫർ ചെയ്തിട്ട് അവിടെ കൊണ്ട് ജയിച്ചാലും മതി. ഇനി നമ്മൾ തന്നെയാണ് ചെയ്യണമെങ്കിൽ ഈ 3 സൈറ്റിലും ഇട്ട നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് 7 മാസം കൊണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റും. 3 സൈറ്റിൽ നിന്ന് പൈസ 85% വിഡ്രോ ചെയ്താൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് 4 ലക്ഷം രൂപ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ഇനി അതല്ല എങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ ബുദ്ധിപരമായ കാര്യം എന്ന് വെച്ച് കഴിയുമ്പോൾ നമ്മൾ 7 മാസത്തേക്ക് ഒരു സൈറ്റിൽ നിന്നും പൈസ എടുക്കുന്നില്ല, അത് കോമ്പൗണ്ട് ചെയ്യാൻ വിടുന്നു. അപ്പൊ ആദ്യത്തെ സൈറ്റിന് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അത് 6 ഇരട്ടിയായിട്ട് മാറിയിട്ടുണ്ടാകും. അപ്പൊ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എടുക്കുക 9 ലക്ഷമായിട്ട് മാറി ഇൻവെസ്റ്റ്മെന്റ് എടുക്കും, ബാക്കി വീണ്ടും അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി താഴെ ഇനി എടുത്താൽ തന്നെ ആദ്യത്തെ സ്ഥലത്തത് 200% തീർന്നു കഴിഞ്ഞാൽ ബാക്കി 26 മാസം താഴത്തെ 2 സൈറ്റിൽ നമുക്ക് വരുമാനം വരും. അപ്പൊ നമ്മൾ വരുമാനം എടുത്ത് ആ അക്കൗണ്ട് നമ്മൾ എടുത്ത പണം, നമ്മൾ മുടക്കിയ പണം തിരിച്ചെടുത്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ പിന്നീട് അവർക്ക് കിട്ടുന്നത് ബാക്കി 2 താഴത്തെ സൈറ്റിൽ നിന്ന് 26 മാസം എന്ന് പറഞ്ഞാൽ അവർ എത്രയാണോ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത ആ പണത്തിന്റെ അതിനേക്കാൾ വലിയൊരു തുക എന്ന് പറയുമ്പോൾ അതും കോമ്പൗണ്ട് ചെയ്താൽ താഴത്ത് എന്ത് സംഭവിക്കും, അവിടെയും 6 ഇരട്ടിയായി മാറും. 1.5 ലക്ഷം എന്ന് പറഞ്ഞ സാധനം 9 ലക്ഷം രൂപയായിട്ട് മാറും. നിങ്ങൾ എടുത്തു നോക്കുക, 6 6 6 3. അപ്പൊ ഇത്രയും നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു വലിയൊരു പ്ലാനാണ് ഇതിന്റെ കയ്യിലുള്ളത്. ഇതിപ്പോ ഒരു എയർലി ബേഡ് ഓഫറാണ്. അപ്പൊ ഇതാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ കയ്യില് നമ്മുടെ കിട്ടിയ വരുമാനം USDT ആയിട്ട് കിട്ടിയ വരുമാനം നമ്മൾ PVC മെറ്റയാക്കി മാറ്റുന്നുണ്ടായിരുന്നു. അത് മാറ്റി ധാരാളം പേര്, ഇപ്പൊ എന്റെ ഗ്രൂപ്പിൽ തന്നെ എല്ലാവരുടെ കയ്യിലും 10,000-ന് മുകളിൽ 15,000, 20,000, 50,000, 60,000, 80,000 വരെ ഉള്ള ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും കോടീശ്വരന്മാരാക്കി വെച്ചിരിക്കും. ഇത് ജനുവരിയിൽ ഓപ്പൺ ചെയ്ത് അത് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4-5 മാസം കൊണ്ട് നമ്മൾ അറിയുന്നത് 1000 രൂപ കിടക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് ആലോചിച്ച് നോക്കും. അപ്പോൾ 10,000 കറൻസി DP വാങ്ങി കൈ വെച്ചിരിക്കുന്ന PVC മെറ്റ വാങ്ങിച്ചിട്ട് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് അക്കൗണ്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 1 കോടി രൂപയായിട്ടാണ് മാറുന്നത്. 1000 രൂപയാകുമ്പോൾ 2000 രൂപയാകുമ്പോഴാണെങ്കിൽ 2 കോടിയാണ്. ഈ 1 കോടിയായി മാറിക്കഴിഞ്ഞാൽ നമ്മളിത് 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് 3 അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ട് ഈ പറഞ്ഞ പോലെ എയർലി ബേഡ് ഓഫറാണ് ചെയ്യണതെങ്കിൽ ഞാൻ കണക്ക് കൂട്ടിയിട്ട് 9 ലക്ഷം രൂപ ആദ്യത്തെ സൈറ്റിലും 4 ലക്ഷം രൂപ താഴത്തെ 2 സൈറ്റിലും കൂടെ വരും. മുകളിൽ 0.90 ആണല്ലോ, ഏതാണ്ട് 13 ലക്ഷം രൂപയാണ് വരുന്നത്. അത് ആദ്യത്തെ സൈറ്റിൽ 7 മാസമേ വരുള്ളൂ, ബാക്കി താഴത്തെ സൈറ്റിൽ 26 മാസം വരും. വരുന്ന പണം നമ്മൾ വീണ്ടും എന്ത് ചെയ്താൽ മതി, നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, അതിലേക്ക് തന്നെ രണ്ടാമത് റീഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ ആലോചിച്ചാൽ മതി. നോൺ സ്റ്റോപ്പായിട്ട് ഈ പ്രോഗ്രാം പോകും. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ, അതിനുള്ള സാമ്പത്തികപരമായ ഉപദേശങ്ങളും കാര്യങ്ങളും നമ്മുടെ ഈ ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടും, ഒരു സംശയം വേണ്ട. അതെങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാനൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ പ്രസ്ഥാനത്തിൻ്റെ വലിപ്പവും നമ്മൾ നടക്കാൻ പോണ കാര്യമൊക്കെ ചിന്തിച്ച് നോക്കുക. അപ്പോൾ ഈ കറൻസിക്കും വില കൂടും. ഇവിടെ 2 കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞു, ഇതിനകത്ത് നഷ്ടസാധ്യതയില്ല. എന്തുകൊണ്ടാണ്, വേറെ ഉള്ള പ്രോഗ്രാമിൽ ഇപ്പം നമ്മൾ ബിറ്റ്കോയിനാണ് വാങ്ങണമെങ്കിൽ 10 എണ്ണം മേടിച്ച 10 എണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. നമ്മൾ ആദ്യം സീഡ് ഫണ്ട് ചെയ്യുമ്പോൾ 1000 PVC മെറ്റ മേടിച്ചാൽ അത് 2 ഇരട്ടിയായിട്ട് മാറും. 200% മാറുമ്പോൾ 2000 ആയിട്ട് മാറും. ഇനി എത്ര USDT വാങ്ങിച്ചിട്ടാണ് നമ്മൾ ടോക്കൺ ഫാം ചെയ്യുക, അതും ഇരട്ടിയായിട്ട് മാറും. അത് കോമ്പൗണ്ട് ചെയ്താൽ നമുക്കറിയാം, കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന സംഭവം എന്താണ്, ലോകത്തിലെ 8ാമത്തെ അത്ഭുതമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് നോക്കുക. ഇത്രയും വലിയൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ഈ കറൻസിക്ക് പിന്നീട് 2000, 3000, 10,000, 1 ലക്ഷം, 10 ലക്ഷം ഒക്കെ ആയിട്ട് മാറും നാളെ. എന്തുകൊണ്ടാണ് ഇവർ 100 PVC മെറ്റ മിനിമം ബാലൻസ് സൂക്ഷിക്കാൻ പറഞ്ഞതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കിയത്, ഭാവിയിൽ ഇതിന് 50 ലക്ഷം 1 കോടിയൊക്കെ വില വരും അല്ലേ. 50 ലക്ഷം വില വരുമ്പോൾ ഒരെണ്ണം മതിയെന്ന് പറയും. പണ്ട് നമുക്ക് ഒരെണ്ണം മതിയായിരുന്നു മിനിമം ബാലൻസ്. അപ്പോൾ ബാക്കി 99 ഈ വ്യക്തിക്ക് വിൽക്കാൻ പറ്റും. 50 ലക്ഷമാണ് എത്ര കോടിയാണ് നിങ്ങൾ ആലോചിക്കുക, 1 കോടിയാണ് എത്ര കോടിയാണ് നിങ്ങൾ ആലോചിക്കുക എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ ഈ പ്രോജക്റ്റ് കൊണ്ടുവന്ന ആ മഹൽ വ്യക്തിയുടെ മനസ്സിലെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് കാലെടുത്ത് ഒരു വ്യക്തി കോടീശ്വരനായിട്ട് ലക്ഷാധിപതിയായിട്ട് ഇതിനകത്ത് പുറത്തിറങ്ങാൻ പറ്റൂ. ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ജനിച്ചിട്ട് ഇതുപോലത്തെ ഒരു പ്രോഗ്രാം, ഇതുപോലത്തെ ഒരു പദ്ധതി നമ്മൾ എവിടെയെങ്കിലും, അപ്പം നമുക്ക് ഞാൻ പറഞ്ഞ ഇതിനകത്ത് പണം വരുന്നത് എവിടെ നിന്നാണ്, 156 രാജ്യങ്ങളിൽ നിന്ന്. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ സംസാരിക്കാൻ പറയും ഇവിടെ നിന്ന് പണം അങ്ങോട്ട് പോകുമെന്ന് പറയും.
അപ്പോൾ അവരിത് പഠിക്കാത്തത് കൊണ്ടാണ് അവരുടെ കുഴപ്പമൊന്നും ഞാൻ പറയുന്നില്ല. ഇത് അവിടെ നിന്നാണ് പണം ഇങ്ങോട്ട് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള എല്ലാവരെയും നമുക്ക് കോടീശ്വരന്മാരാക്കാൻ പറ്റും. ഇത് നമ്മുടെ കൂട്ടത്തിൽ അവർ സഹകരിച്ചാൽ മാത്രം മതി. ഈ പ്രോഗ്രാം മനസ്സിലാക്കി വരാൻ കഴിയുമെങ്കിൽ ഏതൊരു വ്യക്തിക്കും ഇതിനകത്ത് എന്തായി മാറാൻ പറ്റും? ലക്ഷാധിപതിയോ കോടിപതിയോ അവരുടെ സ്വന്തം അവർക്ക് ആവശ്യമായ ധനം സമ്പാദിക്കാൻ പറ്റിയ ഏറ്റവും മഹത്തായ ഒരു പ്രോഗ്രാമാണിത്.